ജർമ്മനിയുടെ പഴയ പേര് പ്രഷ്യ. ജർമ്മൻ ഏകീകരണത്തിന് നേതൃത്വം നൽകിയ പ്രഷ്യൻ രാജാവാണ് കൈസർ വില്യം I. ജർമ്മൻ ഏകീകരണത്തിൻ്റെ പിതാവ് ഓട്ടോവൻ ബിസ്മാർക്ക്. ഓട്ടോവൻ ബിസ്മാർക്കിൻ്റെ നയം അറിയപ്പെടുന്നത് ഇരുമ്പും നിണവും. ഓട്ടോവൻ ബിസ്മാർക്കിനെ അയൺ ചാൻസലർ എന്ന് വിളിക്കുന്നു. അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ച സ്ഥലം ഓസ്ട്രിയ. യൂറോപ്യൻ ജനത കറുത്ത ചിലന്തി എന്ന് വിശേഷിപ്പിക്കുന്ന നാസികളുടെ ചിഹ്നമായ സ്വസ്തിക. സ്വസ്തിക എന്ന വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യം അല്ലെങ്കിൽ മംഗളം തരുന്നത്. ലെനിൻ രൂപീകരിച്ച സേനയാണ് ചുവപ്പ് കാവൽ സേന. ചെമ്പട റെഡ് ആർമി രൂപീകരിച്ചത് മാവോ സേതൂങ്ങും. ചുവപ്പ് കുപ്പായക്കാർ രൂപീകരിച്ചത് ഗ്യാരിബാൾഡിയും. കരിങ്കുപ്പായക്കാർ രൂപീകരിച്ചത് മുസോളിനിയും. ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലറുമാണ്. ക്രീമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതും നഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരി, വിളക്കേന്തിയ വനിത എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഫ്ലോറൻസ് നൈറ്റിംഗേൽ. തുർക്കിയിലെ അവസാന സുൽത്താനാണ് മുഹമ്മദ് വഹീദിൻ. ആധുനിക തുർക്കിയുടെ പിതാവാണ് മുസ്തഫ കമൽ പാഷ. തുർക്കിയെ പാശ്ചാത്യവൽക്കരിച്ച ഭരണാധികാരിയും ഈ മുസ്തഫ കമൽ പാഷയാണ്. ലോസേൻ ഉടമ്പടി പ്രകാരം തുർക്കിക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. പുരോഹിത സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്നത് കൊറിയയാണ്. തെക്കൻ കൊറിയയും വടക്കൻ കൊറിയയും നിലവിൽ വന്ന വർഷം 1948. അത് അമേരിക്കയുടെ സ്വാധീന വലയത്തിലുള്ള കൊറിയ അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അതായത് ദക്ഷിണ കൊറിയയും. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അതായത് ഉത്തര കൊറിയ, നോർത്ത് കൊറിയ USSRന്റെ സ്വാധീനത്തിലും ഉണ്ടായിരുന്ന രാജ്യമാണ്. ക്യൂബൻ വിപ്ലവത്തിൽ